നല്ല സീനിക്കുമാണ്. ഒരു സൈഡിൽ കൂടെ നദിയൊക്കെ പോകുന്നത് കൊണ്ട് കാണാനും നല്ല രസമാണ്. വിഷമമുണ്ട് ഉള്ളിൽ, പക്ഷേ സാഹചര്യം അതാണ്. അവിടെ ഭയങ്കര മഴയാണ്, മുകളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ മുകളിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹോട്ടലിൽ നിന്ന് വെളിയിലിറങ്ങി ഞാനും ഹരിയും കൂടെ നോക്കുന്ന സമയത്ത് മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, അവിടെ അന്തരീക്ഷമൊക്കെ ഓക്കെയാണ്. അങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല വളവും തിരിവൊക്കെ ഉള്ളൊരു റൂട്ടാണ് കേദാർനാഥിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത്. നല്ല സീനിക്കുമാണ്. ഒരു സൈഡിൽ കൂടെ നദിയൊക്കെ പോകുന്നത് കൊണ്ട് കാണാനും നല്ല രസമാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഒരു 1-2 മണിയൊക്കെ ആയ സമയത്ത് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒന്ന് ചായ കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ബെഞ്ചിൽ ഒന്ന് ചാഞ്ഞു, കാരണം എനിക്കൊട്ടും വയ്യ, യാതൊരു കുറവുമില്ല. അപ്പോൾ അങ്ങനെ ഹരി അവിടെ നിന്ന കടക്കാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ബെഡ് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ അടുത്തെങ്ങാനും എന്ന് ചോദിക്കും. അങ്ങനെ അവർ പറഞ്ഞു, ഇല്ല, ഇവിടെ വേറെ പ്രത്യേകിച്ച് ബെഡൊന്നുമില്ല, അവർ രാത്രി കിടക്കുന്ന ഒരു ബെഡ് മുകളിലുണ്ട്, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഞാൻ പറയുന്നത്, അതെങ്കിൽ അതിൽ ഞാനൊന്ന് റെസ്റ്റ് എടുക്കണം, എനിക്ക് കിടന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കടയുടെ മുകളിൽ കയറിയിട്ട് ഞാനൊരു എത്ര നേരം കിടന്ന് ഉറങ്ങിയെന്നറിയില്ല, എനിക്ക് തോന്നുന്നു എന്തായാലും 1 മണിക്കൂറിന് മേലെ ഞാൻ ആ ബെഡിൽ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ്. കാരണം അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് ഒട്ടുമേ വയ്യ, അതിലൊന്നും ഒരു കുറവും വരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും കേദാർനാഥിലേക്ക് യാത്ര തിരിക്കുകയാണ്. കേദാർനാഥ് ഒരു നടന്ന് കയറേണ്ട ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ക്ഷേത്രമാണ് കേദാർനാഥ് എന്ന് പറയുന്നത്. മല കയറിയാണ് പോവേണ്ടത്. അപ്പോൾ അതിൻ്റെ ബേസ് ഉണ്ട്, അവിടെയാണ് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നു പോകാൻ തുടങ്ങേണ്ടത്. എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് എക്സാക്ട്ലി ഓർക്കുന്നില്ല, സീതാപൂർ ആണെന്ന് തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് ഞങ്ങൾ രാത്രി വന്ന് സ്റ്റേ ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ടും എനിക്ക് യാതൊരു കുറവുമില്ല. അത് മാത്രമല്ല, എനിക്ക് നന്നായിട്ട് ദേഹമെല്ലാം കുളിരുന്നുണ്ട്. ഞാൻ അവിടുത്തെ ബെഡ്ഷീറ്റ് തന്നെ 1-2 ഓൾറെഡി ഉണ്ട്. ഷർട്ടിൻ്റെ മേലിൽ ആ റെയിൻ കോട്ട് പോലത്തെ ഒരു കോട്ടുണ്ട്, അതും കൂടെ ഇട്ട് ഞാൻ എത്രത്തോളം പുതച്ച് മൂടി കിടക്കാൻ പറ്റുമോ അത്രത്തോളം പുതച്ച് മൂടി കിടക്കുകയാണ്. ഒട്ടും വയ്യ, ഒന്നും കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ കുറേ നേരം ആയപ്പോഴത്തേക്കും എനിക്ക് അന്ന് ഹരി എടുക്കുന്നൊരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിനി എന്ത് ചെയ്യില്ല, ഫ്രണ്ടിലേക്ക് പോകില്ല, കേദാർനാഥിലേക്ക് പോകണമെങ്കിൽ ഇതൊന്ന് ഒന്ന് ഓക്കെ ആവണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഓക്കെ ആകുന്നില്ല വൈകുന്നേരം കഴിഞ്ഞിട്ടും. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവിടെ തൊട്ടടുത്ത് ഏതെങ്കിലും ഹോസ്പിറ്റൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഹരി പോയി അന്വേഷിച്ചു. അപ്പോൾ ഹോസ്പിറ്റലൊന്നും തൊട്ടടുത്തൊന്നുമില്ല. പിന്നെ ഉള്ളത് ഒരു മെഡിക്കൽ ഷോപ്പും ഒരു ചെറിയ തട്ടുകടയും പിന്നെ ഡോക്ടറാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡോക്ടറിന് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കടക്കാരനും ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവൻ സ്വയം പറയുന്നുണ്ട് അവൻ ഡോക്ടറാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ കടയിലേക്ക്, അത് ഈ പറയുന്നത് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയി പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ പൾസ് നോക്കുന്നുണ്ട്, ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്, എൻ്റെ ഹൃദയമിടിപ്പ് എല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി തന്നെ ഇന്ന മെഡിസിൻ കഴിക്കണം, ഇന്ന ഇഞ്ചക്ഷൻ എടുക്കണം എന്നൊക്കെയുള്ള സാധനങ്ങൾ നമ്മളടുത്ത് ഇങ്ങോട്ട് പറയുന്നുണ്ട്. പുള്ളിയുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ മെഡിക്കൽ ഷോപ്പ്, അതിന് തൊട്ടടുത്ത് തന്നെ പുള്ളിയുടെ തന്നെ തട്ടുകട. ആ പുള്ളി അപ്പുറത്ത് പോയി ദോശയൊക്കെ മറിച്ചിട്ട് ഇപ്പുറത്ത് വന്നിട്ട് എൻ്റെ ആണ് പൾസൊക്കെ ചെക്ക് ചെയ്യുന്നത്. ആ സെറ്റപ്പാണ്. പക്ഷേ ഈ പുള്ളി ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ആർക്കെങ്കിലും വിളിച്ച് ചോദിക്കണമല്ലോ. അങ്ങനെ ഹരിയുടെ കസിനായിട്ടുള്ള ഡോക്ടർ പാർവതിയുടെ അടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യുകയാണ്. ശരിക്കും എൻ്റെ ഇതുവരേക്കുള്ള യാത്രകളിലൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡോക്ടറാണ് പാർവതി. അങ്ങനെ എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഉടനെ വിളിച്ച് ചോദിക്കുക പാർവതിയുടെ അടുത്താണ്. എനിക്ക് ഒരുപാട് സഹായം പാർവതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പാർവതിയുടെ ഹസ്ബൻഡ് എൻ്റെ ഫ്രണ്ടാണ് കിച്ചു. അങ്ങനെ പാർവതി വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് കഴിക്കാം, അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല, ഇഞ്ചക്ഷൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ മരുന്ന് നല്ലതാണ് എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഇന്ന സാധനം ഉണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്ക്, അങ്ങനെയുള്ള ഹെൽപ്പ് പാർവതി ഫോണിലൂടെ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ അന്ന് വൈകുന്നേരം ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ പിറ്റേ ദിവസം അന്നത്തെ നൈറ്റ് എന്തായാലും റെസ്റ്റ് എടുക്കാം, പിറ്റേ ദിവസം രാവിലെ ഓക്കെ ആകും എന്നൊക്കെ വിചാരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, യാതൊരു കുറവുമില്ല, വീണ്ടും റെസ്റ്റ് ചെയ്യേണ്ട അന്നത്തെ ദിവസം. അങ്ങനെ വൈകുന്നേരം ഞങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നു, കേദാർനാഥ് ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ളത്. വിഷമമുണ്ട് ഉള്ളിൽ, പക്ഷേ സാഹചര്യം അതാണ്. അതേ സമയത്ത് എൻ്റെ ഒരു കൊളീഗ് കേദാർനാഥിൽ ട്രാവലിലാണെന്നുള്ളത് ഞാൻ 2 ദിവസം മുമ്പേ അറിഞ്ഞു. പുള്ളി പോയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഭയങ്കര മഴയാണ്, മുകളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, മുകളിൽ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ മുകളിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഹിന്റ് നൽകിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യാന്നുള്ളത് തന്നെയാണ് പ്രധാന കാരണം. അങ്ങനെ നമ്മൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ നേരെ ഡൽഹിയിലേക്ക് വരികയാണ്. ആ വരുന്ന വഴിയിലൊക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല, എന്ന് വെച്ചാൽ തല പൊക്കാൻ വയ്യ, എങ്കിലും ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഹരി മാക്സിമം സപ്പോർട്ട് എനിക്ക് നൽകുന്നുണ്ട്, എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും വയ്യ എന്നുള്ളതിന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് ശേഷം നമ്മൾ ഒരു സൈക്കിൾ റിക്ഷ പിടിച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട്, അവിടെ ഭയങ്കര തിരക്കാണ്. അവിടെ ഉള്ളതിൽ അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലാണ് പോയത്. അവിടെ പക്ഷേ നല്ല തിരക്കുണ്ട്. അവിടെ പോയി ഒന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ട്രിപ്പൊക്കെ എടുത്ത് ഞാൻ റെസ്റ്റ് എടുത്തു അവിടെ.
ഹോസ്പിറ്റലിൽ. എന്നിട്ട് പക്ഷേ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അലർജി ആണോ എന്നറിയില്ല, എൻ്റെ കൈയൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് വലുതായിട്ട് ബൾജ് ചെയ്തൊക്കെ വന്നു. അതൊക്കെ ഞങ്ങൾക്ക് പേടിയായി, പെട്ടെന്ന് ഇങ്ങനെ ബൾജ് ചെയ്ത് വരണു, ഈ അസുഖം ഇത്രയും ദിവസമായിട്ടൊന്നും മാറണില്ല എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് വെരി നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനാണ്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വണ്ടി പാഴ്സൽ ചെയ്യുകയാണ്. അതിനുശേഷമൊക്കെ ഒരുപാട് തവണ വണ്ടി പാഴ്സൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ട് ഞാൻ വണ്ടി പാഴ്സൽ ചെയ്യുന്നത് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ്. വണ്ടി അവർ പാക്ക് ചെയ്തു, വരുന്ന വണ്ടി തന്നെ പാഴ്സൽ ചെയ്യാനാണ് കൊടുത്തത്. പക്ഷേ അത് ടൈം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് അടുത്ത ദിവസത്തെ ട്രെയിനിലാണ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനിടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ അത്രയും ലഗേജ് ഉണ്ട്, എനിക്ക് തന്നെ നടക്കാൻ ബുദ്ധിമുട്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ലഗേജ് ഒന്നും എടുക്കാൻ പോലും ഉള്ള ശക്തിയില്ല. അപ്പോൾ ഈ വണ്ടി പാഴ്സൽ ചെയ്യുന്നത് ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ പുറകിലാണ്. അപ്പം നമ്മളെ വണ്ടി വരുന്നത് ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട് പ്ലാറ്റ്ഫോമിൽ ഈ ബ്രിഡ്ജ് വഴി നടക്കാനായിട്ട്. ആ വഴിയെല്ലാം ഹരി ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ട് നമ്മളെ വണ്ടി ഉടനെ വരും, അല്ലെങ്കിൽ വന്ന് കിടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം പോകും എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലാണ് ലഗേജുമായിട്ട് പോകുന്നത്. ഈ അത് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടാണ് വണ്ടിക്കകത്ത് കയറിയത്. വണ്ടി എടുക്കുന്നതിന് തൊട്ട് മുമ്പെയാണ് ഞങ്ങൾ ആ വണ്ടിക്കകത്ത് കയറുന്നത്, അതെനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ട്രെയിനകത്ത് കയറിയിട്ട് എനിക്കൊരു അപ്പർ ബെർത്ത് ആയിരുന്നു, സൈഡ് അപ്പറിൽ തന്നെ ആയിരുന്നു ഞാൻ ഈ 2.5 ദിവസവും ട്രെയിനിനകത്ത് കഴിച്ചു കൂട്ടിയത്. എനിക്ക് എന്ന് ഇറങ്ങാൻ പോലും ഒട്ടും വയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിച്ചത് ഹരിയെല്ലാം കൊണ്ടുവന്ന് തരുന്നുണ്ട്, എനിക്ക് ഒന്നും കഴിക്കാൻ വയ്യായിരുന്നു. ഞാൻ ജ്യൂസ് ഐറ്റമോ അല്ലെങ്കിൽ ചായയോ അങ്ങനെ എന്തോ ലൈറ്റായിട്ട് കുടിച്ചത്, ലിക്വിഡായിട്ട് കഴിച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഈ 2.5 ദിവസം. ശരിക്കും കയറിയിട്ട് ഇറങ്ങണത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഇതിനിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരിക്കൽ എങ്ങാനും ഇറങ്ങിയിട്ടുണ്ടാവത്തുള്ളൂ, ഓർമ്മയില്ല. ഇനി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ മറ്റേ ഇറങ്ങിയിട്ടുണ്ടാവത്തുള്ളൂ. എന്നിട്ട് നേരെ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് വന്നിട്ടൊരു എനിക്ക് തോന്നുന്നു 3 ദിവസം എന്തോ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വണ്ടി എടുക്കാനായിട്ടൊക്കെ പോകുന്നത്. തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. കാരണം എനിക്ക് ഒരിടത്തു നിന്ന് ട്രിപ്പ് എടുക്കുന്നു, വേറെ അവിടുന്ന് ശരിയാവാത്തത് കൊണ്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ പോകുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു. അങ്ങനെ ശരിക്കും എനിക്കൊരു 1 മാസത്തോളം എടുത്തു എനിക്ക് എൻ്റെ ആരോഗ്യം തിരിച്ച് വീണ്ടെടുക്കാനായിട്ട്. അപ്പോൾ ഈ ലേ ട്രാവൽ ശരിക്കും 4 കൊല്ലം മുമ്പ് നടന്നതാണല്ലോ. 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ കഥകളെല്ലാം പറയുന്നത്. ശരിക്കും ലൈവായിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസും കുറച്ച് നല്ല നല്ല അനുഭവങ്ങൾ, അതായത് സ്പോട്ടിൽ ആളിനെ കണ്ടത്, അപ്പോൾ അവിടെ നടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസിലും ഒക്കെ ഉള്ളതും എൻ്റെ ഓർമ്മയിലുള്ളതും ഒക്കെയാണ് ഇതിനകത്ത് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ യാത്രയിലൊക്കെ ഉടനീളം മലയാളികൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ബൈക്കിൽ വന്നവരുണ്ട്, കാറിൽ വന്നവരുണ്ട്, ഈവൻ സൈക്കിളിൽ വരെ ലേ ട്രാവൽ നടത്തിയവർ ഞാൻ കണ്ടിട്ടുണ്ട് വഴിയിൽ വെച്ചിട്ട്. അപ്പോൾ ഒരുപാട് പേര് ലേയിലേക്ക് പോകണമെന്നും ആഗ്രഹിച്ചവരുണ്ട്, അത് നടത്തിയവരുണ്ട്. അങ്ങനെ ലേ ട്രാവൽ ചെയ്തവരും ഇനി പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ യാത്രാ വിവരണം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ.